Hi, mummy. Welcome to my YouTube channel. Mummy വൈറലായി. അത് കിട്ടുമ്പോ ഞാൻ മമ്മീനെ കാണാൻ വരുന്നതായിരിക്കും. ഈ വീട്ടില് ഈ കോമ്പൗണ്ടിലേക്ക് ഒരു ഈച്ച കിടക്കണമെങ്കിൽ അമ്മച്ചിയുടെ അനുവാദം വേണം. പിന്നെ വേറെ ആളുണ്ട്, നമ്മൾ പരിചയപ്പെടുത്താം. അവനെ ഇച്ചിരി ഇതാണ്, റെസ്റ്റിലാണ്. ടോബി എന്താ പുല്ല് തിന്നുന്നേ? ടോബി എന്താ പുല്ല് തിന്നുന്നേ? സുഖല്ലേ ടോബി? വാ കയറി വാ, മതി വാ വാ. ഗുഡ് ബൈ. ടോബി നിൽക്കണം. ഇതെന്ത് എന്താ കുക്കുടാസനം? ഇതാണോ കുക്കുടാസനം? ആഹാ ഗുഡ്. അന്ന് പറിക്കാൻ പറ്റാവുന്ന അകലത്തിലല്ലായിരുന്നു, വളച്ചെത്താത്ത സാധനം ഇത്. ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് വായിൽ നോക്കി നേരെ അറിയാൻ വരും. എന്നാ അത് എരിയാനായിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റിനല്ല. അടുത്തത് നമ്മള് ഏത്തവാഴത്തോട്ടത്തിലേക്ക് പോകുന്നല്ലേ? ഷോർട്ടായിട്ടല്ല, വാഴ വെച്ചിട്ടുണ്ട്. അതെ, അവന്റെ ഇഷ്ടത്തിന് അവൻ വളരും. തോന്നുമ്പോ നമുക്ക് ഫലം തരും. തോന്നിയ അയ്യപ്പണിക്ക് പറഞ്ഞാൽ തണിക്കൊന്നിയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിക്കും. ഇപ്പോൾ കുറേ വെട്ടിപ്പോയി, ഇനിയിപ്പോൾ ആഴ്ചയ്ക്കും 4 പേരേ ഉള്ളൂ. വെട്ടാറായുണ്ട്. അടുത്ത ആഴ്ച വേണേൽ നമ്മൾ കൊണ്ടുപോകും. മഞ്ഞൾത്തോട്ടത്തിന് നടുവില് അത് റോബസ്റ്റ് അല്ലേ? മഞ്ഞൾത്തോട്ടത്തിന് നടുവിൽ രണ്ടും നട്ടു. അത് കാക്കാൻ തുടങ്ങുന്നു. അപ്പോഴത്തേക്കും പുഴു വന്നിട്ടുണ്ടോ? ഓഹോ, നമ്മളിത് മരുന്നടിക്കാറില്ല കേട്ടോ. പറ്റിയതേ എൻ്റെ അകത്ത് പുഴു ഇരിക്കണ്ട. ഉണ്ട്. പുള്ളിക്കൊരു സ്പേസാണ്, അല്ലാതെ അതിന് വിഷമടിച്ച് ആ വെണ്ട മൊത്തം നശിപ്പിക്കുക. ഇത് ഒരെണ്ണത്തിലും ഇല്ല. മരുന്നടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിൽക്കും. വെണ്ട കുഞ്ഞുങ്ങൾ. അതിൻ്റെ അകത്ത് ഓരോ ഇല, ചുരുണ്ടിരിക്കുന്ന ഇലയുടെ ഉള്ളിലും പുഴുവുണ്ട്. ഈ വാഴ ഒക്കെ ഒരുപാട് പലതരത്തിലുള്ള വെറൈറ്റി വാഴകളുണ്ട്. ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്, ഈ പറയുന്ന പ്രമേഹ കദളിയുണ്ട്, ഏത്തക്കായുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് വിറ്റ് ഒരു വില ഉണ്ടാക്കാനോ ഒരു ആദായം ഉണ്ടാക്കാനോ പറ്റില്ല. കാരണം നമുക്കിത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാനായിട്ടോ സ്റ്റോർ ചെയ്യാനായിട്ടോ ഒന്നും സംവിധാനങ്ങളില്ല. കടയിൽ കൊണ്ട് കൊടുക്കുക, അതും തന്നെ ഇത് മേടിക്കുക, അതിനപ്പുറത്തേക്കൊന്നുള്ള ഒരു മാർക്കറ്റിംഗ് ഫെസിലിറ്റി കൃഷിക്കാർക്കില്ല. അപ്പോൾ നമ്മളേതായാലും ഇത് നമ്മുടെ ജീവിതമാർഗം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കോ അല്ല ചെയ്യുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞുനാട്ടിലെ അച്ഛനൊക്കെ കൃഷി വ്യാപകമായിട്ട് ഏത്തവാഴയൊക്കെ നട്ട് ഒരു വരുമാനം, ഓരോ സീസണൽ ക്രോപ്സ് വാഴയൊക്കെ നടാറുണ്ട്. അപ്പോൾ അത് കാറ്റ് വന്ന് മഴ വന്നൊക്കെ പോകുമ്പോൾ അത് വലിയൊരു സങ്കടമുള്ള കാര്യമാണ് കൃഷിക്കാർക്ക്. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ, വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, തമിഴ്നാട്ടിൽ നിന്ന് കായ വരുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ വാഴ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഞങ്ങൾക്ക്, പക്ഷേ നമ്മളിപ്പോൾ അത് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. ഇത് കൃഷിയല്ല, സാധാരണ ഒരു തൊഴിലായിട്ടോ ഒരു കൊമേഴ്ഷ്യൽ ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ സൗകര്യത്തിനായിട്ട്, നമ്മുടെ സന്തോഷത്തിനായിട്ട് നടക്കുന്നൊരു പ്രസ്ഥാനം. ഇത് നമുക്ക് കിട്ടുന്നത് സന്തോഷം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 2-3 ഫാമിലിയിലും ഒക്കെ ആയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യും. അതിൽ നിന്നൊരു ഇൻകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഒന്നും നമ്മുടെ വെറുതെ വരുന്നില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊന്നും കിട്ടാറില്ല ഇതൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളീ കാണിക്കുന്നത് പോലെ ഒരു ഐഡിയൽ ഫാമിംഗ് എന്നുള്ള നിലയിലുള്ള ഒരു പബ്ലിസിറ്റി ഒന്നും ഇതിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒഴിഞ്ഞ പറമ്പിൽ നമ്മളെല്ലാം നടന്നു മുളച്ചു വരുന്നത് നമ്മൾ നശിപ്പിക്കാറില്ല. നമ്മൾ നടന്നത് അവിടെ ഉണ്ട്. അതിന്റെ അവകാശികൾ ഒരുപാട് പേര് വന്ന് കൂടുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിൽ ഒന്ന് വെട്ടിക്കളഞ്ഞ് പുല്ല് എത്തിക്കളഞ്ഞ് അവിടെ തരിശുഭൂമിയാക്കി, അല്ലെങ്കിൽ അവിടെ കുറച്ച്
വിഷം തെളിച്ച് പുല്ല് മുഴുവൻ കളഞ്ഞു അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം ഇവിടുന്ന് ഒരു ഇല വേണമെങ്കിൽ എടുത്ത് കടിച്ചാലും നമുക്ക് വിഷം ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, അടുക്കള മുതൽ അമ്പലം വരെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇത് നമ്മൾ ഉപയോഗപ്പെട്ടു. ഓക്കെ, അടുത്തായി മത്തൻ. മത്തനിലെ വരെ എത്തി നിൽക്കണം. ഇപ്പോൾ നമ്മൾ മത്തൻ വരെ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പറിച്ച മത്തനൊക്കെ എറണാകുളത്ത് പല വീടുകളിലെത്തി. അമ്മച്ചിയാണ് ഇതിന്റെ മെയിൻ ആള്. അമ്മച്ചിയല്ലേ മെയിൻ ആള്? ഇവിടുന്ന് ഒരു ഇല പറിക്കുന്ന അമ്മച്ചിയുടെ അനുവാദം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളാം. കൂർക്ക ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൂർക്ക ഉണ്ടെങ്കിൽ പറിച്ചെടുത്തോളൂ. പറിക്കാൻ തരില്ല, ഞാൻ ഇല്ല. അല്ല, ഉണ്ടെങ്കിൽ പറിക്കണം, പറിച്ചു കൊടുക്കും. രണ്ടു സാരി മേടിച്ചോണ്ട് വെച്ചത് ആൾക്കാർ പെണ്ണങ്ങളെ വാരി ചുറ്റി കെട്ടാന്ന് പറഞ്ഞു. ഇനി അത് കെട്ടാൻ തന്നെ കെട്ടാനാ പറയുന്നത്. അത് ഈ ഇത് വരാതിരിക്കാൻ, ഈ മുള്ളം ചെയ്ത വരാതിരിക്കാൻ മുള്ളം ഭംഗി. പിന്നെ ആന കൂടെ വേറെ 2-3 ഞാനത് മറന്നുപോയി. നിന്റെ മുള്ളം പന്നി ആനയുടെ കൂടെ ആരൊക്കെ വരുന്ന പറ. ആനയുടെ കൂടെ മുള്ളംപന്നി, മുള്ളംപന്നി ഉണ്ട്, കാട്ടുപന്നി ഉണ്ട്, മാനുണ്ട്. ഇതൊക്കെ വന്ന് 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 കൃഷിയൊക്കെ നശിച്ചു. മയിലുകളെ കൂടി വന്നു. കയറിട്ട മയില് വരില്ല. മാൻ വാഴ ഇന്നും. തുളസി. ഇതാണ് നാടൻ മുളക് കേട്ടോ, മുളക്. തുളസി. ഈ ഇരിക്കുന്ന ആള് വെറും ആളല്ല, ഹെഡ് ഓഫ് ദ ഫാം. അമ്മച്ചി ഈ വീടെന്താ? അത്രയും സമാധാനം തരുന്നു ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളോടൊപ്പം വരുന്ന എല്ലാവർക്കും. അപ്പൊ നമ്മള് വീണ്ടും കാണും വരെ വണക്കം. വണക്കം. ഇല്ല, അമ്മച്ചിയുടെ അടുത്തേക്ക് പോവാ ചായ കുടിക്കാൻ. അമ്മച്ചിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അങ്ങനെ നമ്മള് വീടും പറമ്പും എല്ലാം ചുറ്റി കണ്ടു. കാണിച്ചു തന്നത് സാറിന്റെ കൂടെ. സാറ് പറയും ബാക്കി. ഹൈക്കോർട്ടിലെ പുലി. അടുത്തൊരു രാമകൃഷ്ണ. ഞാൻ ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ 27 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഭാര്യ മഞ്ജു കോട്ടയത്താണ് പുള്ളിക്കാരി പ്രാക്ടീസ് തുടങ്ങിയത്. ഇപ്പോൾ ഫാമിലി കോർട്ടിൽ എന്നേക്കാൾ ഒരു കൊല്ലം സീനിയറാണ്. ഫാമിലി കോർട്ടിൽ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഏതാണ്ട് എല്ലാ ഫാമിലി കോർട്ടിലും പുള്ളിക്കാരി വർക്കുണ്ട്. മക്കൾ രണ്ടും മക്കളുണ്ട്. ഒരു LLB സ്റ്റുഡൻസാണ്. മോള് പഞ്ചാബിൽ, മോന് ബാംഗ്ലൂർ. അങ്ങനെ നിയമത്തിൻ്റെ വഴിയെ ഞങ്ങളങ്ങനെ പോവുകയാണ്. കൃഷി നമ്മളെ എൻ്റെ ഒരു ഭാഗം. കൃഷി ഒരു നമ്മളെല്ലാം കൃഷിക്കാരല്ലേ, കൃഷിയിൽ നിന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തുടക്കം. അപ്പൊ പിന്നെ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണുന്ന എല്ലാവരും, എനിക്ക് 25,000-27,000 വ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് പോകും. അങ്ങനെ പോകരുത് ആരും. ദൈവത്തോർത്ത് കാണുകയും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കമൻറ്റ് ഇടുക, നമ്മളത് തിരുത്തുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ടേ നമുക്ക് എല്ലായിടത്തും ഓടിയെത്തൂല കണ്ണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സായാഹ്ന വേദി നമ്മളിവിടെ പങ്കിട്ട് ചെലവഴിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യമുണ്ട്, ജോജോയുടെ ഐഡിയ ആണ് ഇത് മുഴുവൻ. ഞങ്ങളിന്ന് വളരെ കാഷ്വലായിട്ടൊരു ട്രിപ്പ് പോന്നു. വന്നപ്പോൾ പുള്ളി ഈ ഫാം കണ്ടപ്പോൾ മുഴുവനും വീഡിയോയിലാക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഇത്രയും വീഡിയോ കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ ആണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു. വീഡിയോ ക്ഷമത ഉള്ള ഒരു ഫാമാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൾക്കാരുടെ ഇഷ്ടം പലതും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ അവർക്ക് തീർച്ചയായും നമ്മൾ ഇവിടേക്ക് വരാം. ജൈവമായിട്ട് നിലനിൽക്കുക, ഒന്നും വിഷം ചേർക്കാതെ, ഇതിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാതെ ചെയ്യാൻ കഴിവുള്ളവർ മാത്രം പുറപ്പെട്ടാൽ മതി. അല്ലാത്തവർക്ക് സാധാരണ കൃഷിപ്പണി ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ. എന്തായാലും നമ്മൾ നഗരത്തിലെ തിരക്കേറിയ ആ ഇതിൽ നിന്ന് നമ്മൾ വന്ന് ഒരു ദിവസം ഇവിടെ വന്ന് നമ്മൾ ഒരു എന്താ പറയുക മൈൻഡ് ഫ്രഷ് ചെയ്യുക അല്ലേ? ഫ്രഷ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ